എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഡേറ്റിങ്ങിന് വരുമ്പോഴാണ് യോങ്ങിന് മനസ്സിലാകുന്നത് താൻ കാണാൻ വന്നത് ഇത്രയും നാളും അന്വേഷിച്ച് നടന്ന ഹാനിനെ ആയിരുന്നു എന്ന്. യോങ്ങിനെ പോലെ തന്നെ തിയേറ്ററിൽ വെച്ച് സ്യോജോങ്ങും ഹാനിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഹാനിനോ സ്യോജോങ്ങിനോ ആ ഒരു മീറ്റപ്പിനെ കുറിച്ചുള്ള ഓർമ്മയില്ല. 4 കൂട്ടരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പരിചയപ്പെടുത്തു. ഇപ്പൊ ഇതിൽ സംശയം ആരുടെയൊക്കെ പേരാവും. പെട്ടെന്ന് കൂട്ടത്തിൽ നിന്ന് മിന്നു പറയും, ഞങ്ങളുടെ ഏതെങ്കിലും സാധനങ്ങൾ ടേബിളിൽ വെക്കാം. ആരുടെ സാധനമാണോ ചൂസ് ചെയ്യുന്നത് അവര് പേരാവട്ടെ. അങ്ങനെ ബോയ്സ് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിലുള്ള ഓരോ കാര്യങ്ങൾ ടേബിളിലായിട്ട് വെക്കും. സ്യോജോങ് യോങ് കൊടുത്ത ആ ഒരു പേന വെക്കും. യോങ് ആണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചൂയിങ്ങം വെക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ കണ്ണു തുറന്ന് ബോയ്സ് സാധനങ്ങൾ എടുക്കും. സങ്ജോൾ എടുക്കുന്നത് സ്യോജോങ്ങിന്റെ പെന്നാണ്, യോങ്ങിന്റെ ചൂയിങ്ങം ഹാനും. യോങ്ങിനാണെങ്കിൽ അത് ഹാൻ തന്നെ ചൂസ് ചെയ്യണേന്ന് മനസ്സിലുണ്ടായിരുന്നു. ഈ സമയം ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് യോങ്ങിന്റെ വാക്കുകൾ കേൾക്കാം. അവൾ കഥ പറയുന്നത് പോലെ, ഈ ഒരു നിമിഷം എന്നെ കൊണ്ടെത്തിക്കുന്നത് എന്തിലേക്കാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ മാറിയേനെ. അങ്ങനെ കൂടെയുള്ള 2 ബോയ്സ് മറ്റേ പെൺകുട്ടികളായിട്ട് പോകും. സങ്ജോളിന്റെ പേര് സ്യോജോങ് ആണ്. എന്നാൽ സ്യോജോങ്ങിന്റെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് സങ്ജോളിനാണ് ഒരു പേടി. അവ ഹാനിനെ മാറ്റിക്കൊണ്ട് നിർത്തി. എടാ എനിക്ക് അവളെ പേടിയാടാ, അവൾ കറക്റ്റ് എന്റെ അമ്മയെ പോലെ തന്നെയാ. എടാ നീയും കൂടെ വാടാ, ഇപ്രാവശ്യം വേണമെങ്കിൽ ഞാൻ ജിമ്മ് ക്ലീൻ ആക്കാം. ഇപ്രാവശ്യം മാത്രമല്ല, 1 മാസം ജിം ക്ലീൻ ആക്കുമെങ്കിൽ ഞാൻ വരാം. അതിനെ സംബന്ധിച്ച് ഇവര് 4 പേരും കൂടെയാണ് ഇപ്പൊ ഡേറ്റിങ്ങിന് പോകുന്നത്. ബസ്സിൽ പൊക്കോണ്ടിരിക്കെ യോങ്ങിന് ഒരു അസ്വസ്ഥത പോലെ വരികയാണ്. അവർക്ക് ഇങ്ങനെ ബസ്സിൽ അടച്ചു മൂടിയിരുന്ന വല്ലാത്തൊരു പ്രശ്നമുണ്ട്. അത് മനസ്സിലാക്കി ഹാൻ അവൾക്ക് വിൻഡോ തുറന്നിട്ട് കൊടുക്കും. ഇത് കണ്ട് യോങ്ങും ഒപ്പം തന്നെ സ്യോജോങ്ങും ഭയങ്കര ഇംപ്രസ് ആവാണ്. ഇപ്പൊ എവിടെയാണ് എക്സാക്ട് ആയിട്ട് ഇറങ്ങേണ്ടതെന്ന് സങ്ജോളിന് വലിയ പിടുത്തമില്ല. നമുക്കത് കണ്ടക്ടറോട് ചോദിക്കാന്ന് പറയുമ്പോൾ യോങ് ആണെങ്കിൽ ചാടിക്കേറി വേണ്ടാന്ന് എനിക്കറിയാന്ന് പറഞ്ഞ് ഓരോ സ്റ്റോപ്പിന്റെയും പേര് പറയാണ്. അവള് കണ്ടക്ടർ ആയിരുന്നല്ലോ. ആഹാ, നീ കണ്ടക്ടറിനേക്കാളും നന്നായിട്ട് പറയുന്നുണ്ടല്ലോ എന്ന് സാങ്ജോൾ ഒതുക്കുമ്പോൾ ഇവരാണെങ്കിൽ ആ ഒരു കാര്യം ഇവരോട് മറച്ചു വെച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ സാങ്ജോൾ ഇടയ്ക്ക് അത് പറയും, അത് അവർക്ക് നല്ല ഓർമ്മശക്തി ഉള്ളതുകൊണ്ടാ. അവൾ ഒരു കാര്യം പോലും മറക്കാതെ എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കുന്ന ടൈപ്പാ. അവരവിടെ നിന്ന് നേരെ സ്കേറ്റിങ്ങിന് വേണ്ടിയാണ് പോകുന്നത്. യോങ്ങിനാണെങ്കിൽ സ്കേറ്റ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ അവള് നിന്നു ഇരുന്നൊക്കെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് സ്ലിപ്പായി വീഴാൻ പോകുന്നതും ഹാൻ വന്ന് അവളെ പിടിക്കുന്നുണ്ട്. അവളുടെ ഷൂ ലേസ് അഴിഞ്ഞു കിടക്കുന്നത് കണ്ട് അവൻ കെട്ടിക്കൊടുക്കും. ഇതെല്ലാം തന്നെ യോങ്ങില് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുകയാണ്. താൻ കാണാൻ ആഗ്രഹിച്ച ഒരാള് തനിക്കിപ്പോ പാർട്ട്ണറായിട്ട് കിട്ടിയിരിക്കുന്നു, തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു. ഇപ്പൊ ഹാൻ ഇവളോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ മുന്നേ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ യോങ് ആണെങ്കിൽ പെട്ടെന്ന് അവര് തമ്മിൽ 2 വട്ടം കണ്ട കാര്യവും മറച്ചു വെച്ച്, ഞാൻ നിന്നെ ഇതിനു മുന്നേ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയും. ഇടയ്ക്ക് വന്ന് സങ്ജോള് യോങ്ങിനെ ഒരുമിച്ച് സ്കേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. എന്നാൽ അവള് പോകുന്നില്ല. ഇപ്പൊ ഇവരെല്ലാരും സ്യോജോങ്ങിനെ നോക്കുമ്പോൾ അവളാണെങ്കിൽ കൂളായിട്ട് സ്കേറ്റ് ചെയ്ത് പോവാണ്. അവൾ അതിലൊരു പ്രോ ആണ്. ഇപ്പൊ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോയ് ഗ്യാങ് ഇവളങ്ങ് വളയുവാണ്. നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, എന്തോടെ പുതിയതാണോ? നീ ഞങ്ങളുടെ കൂടെ ഒന്ന് കറങ്ങാൻ വരുന്നോ? പോടാ, തരത്തി പോയി കളിക്കടാന്ന് പറഞ്ഞ് ഇവള് പോവാൻ നേരത്ത് ഇവരാണെങ്കിൽ ഇവളുടെ കോട്ട് പിടിച്ച് വലിക്കുകയാണ്. അതിനിടയിൽ അത് കീറിപ്പോവുകയും ചെയ്യും. എന്നാ കൊണ്ട് പുഴുങ്ങി തിന്നെന്നും പറഞ്ഞ ആ ഒരു കോട്ട് അവർക്ക് മേലെ വലിച്ചെറിഞ്ഞ് ഇവള് പോവാൻ തുടങ്ങുമ്പോ ഇവർക്ക് ഒന്നുകൂടെ ദേഷ്യം വന്ന് ഇവൾ അടിക്കാനായിട്ട് തുടങ്ങുകയാണ്. പെട്ടെന്ന് പിറകിന്ന് ഒരു അലർച്ച. എടാ നാദികളെന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ യോങ് ഇങ്ങനെ കല്ലി തുള്ളി നിൽക്കുവാണ്. കൈ കിട്ടി എന്തോ എടുത്ത് അവൾ അവരുടെ നേരെ നയും. ഈ സമയം കൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുവാണ്. ശേഷം ഇവരെല്ലാവരും കൂടി ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറും. യോങ്ങിന് പിന്നെ ഫുഡ് കണ്ടാൽ വേറെ ഒന്നുമില്ലല്ലോ. അവളിങ്ങനെ കഴിക്കുന്നത് കണ്ട് നല്ല വിശപ്പുണ്ടായിരിക്കും പറഞ്ഞ് സാങ്ജോൾ അവന്റെ കൂടെ യോങ്ങിന് കൊടുക്കുന്നുണ്ട്. നീ ഇന്ന് ഭയങ്കര കൂളായിരുന്നല്ലോ, ഇതൊക്കെ നിനക്ക് എവിടെന്നാ കിട്ടിയെന്ന് സാങ്ജോൾ യോങ്ങിനോട് ഒതുക്കുമ്പോൾ, ഞാനൊരു ഫയർ സേഫ്റ്റി മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇതൊക്കെ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ അവള്. ഇവർക്കാണെങ്കിൽ അത്ഭുതം, ഇവളെന്തിന് ഇതൊക്കെ പഠിക്കുന്നത്? എന്നാൽ അവൾക്ക് അറിയാത്ത കാര്യങ്ങളില്ലാന്ന് ഇവർക്ക് അറിയില്ലല്ലോ. പെട്ടെന്നാണ് യോങ് സമയം നോക്കുന്നത്. ഇവരുടെ ഹോസ്റ്റലിൽ കയറാനുള്ള സമയം കഴിഞ്ഞു. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് 2 ആളും കൂടെ അവിടെ നിന്ന് ഓടും. പക്ഷെ ഫോൺ നമ്പർ പോലും വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുവാണ് സാങ്ജോൾ. എടാ നിന്റെ ഡേറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് സാങ്ജോൾ ഹാനോട് ഒതുക്കുമ്പോൾ, ഞാൻ അതിന്റെ ഡേറ്റ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല, പിന്നെ അവള് ഒരു ക്യൂട്ട് ഇന്റലിജന്റ് ആയിട്ടുള്ള ഗേൾ ആണെന്ന് പറയും. ഇതേടെ സാങ്ജോൾ അറിയും എന്റെ ഐഡിയൽ ടൈപ്പും ഏതാണ്ട് അതുപോലത്തെ പെൺകുട്ടികളാണെന്ന്. യോങ്ങും സ്യോജോങ്ങും ആരും കാണാതെ അകത്ത് കയറാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് തൊട്ടടുത്ത ബസ്സിൽ നിന്ന് എന്തോ തട്ടലും മുട്ടലും അവർ കേൾക്കുന്നത്. എന്താണെന്നറിയാൻ വേണ്ടി നോക്കുമ്പോഴേ ഹേജയും ഡ്രൈവർ ജോങ് സിക്കും അതിനകത്തിരിക്കുന്നു. ഹേജയുടെ ക്രഷ് ആയിരുന്നല്ലോ പുള്ളി. 2 പേരും കൂടെ അതിനകത്തിരുന്ന് എന്തൊക്കെയോ കുൽസിത പ്രവർത്തനങ്ങളിലാണ്. ഈ ഒരു തക്കത്തിന് കോയോങ്ങും സ്യോജോങ്ങും കൂടെ അകത്തേക്ക് കയറി ഇവരാണെങ്കിൽ യോങ്ങിന്റെ ഫ്രണ്ട്സായ ചോയോടും ഹോസോക്കിനോടും, നിങ്ങൾക്കറിയോ ഞങ്ങൾ എന്താ വരുന്ന വഴി കണ്ടേന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഹേജ അകത്തേക്ക് കയറി വരുന്നത്. ഹേജ വരുന്നത് കണ്ട് ഒബ്ജിയാണെങ്കിൽ എഴുന്നേറ്റ്, എന്താണ് നോക്കി നിൽക്കുന്നത്, പോയി ചേച്ചിക്ക് കാല് തിരുമ്പി കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ആജ്ഞാപിക്കുകയാണ്. എന്നാൽ ഹേജയാണെങ്കിൽ നല്ല സ്വീറ്റ് മൊമെന്റ് ഒക്കെ കഴിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ നല്ല മൂഡിലായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോ, എന്റെ പണിയൊക്കെ ഞാൻ എടുത്തോളാം. ഇവൾക്ക് എന്താ പറ്റിയെന്ന് അറിയാതിരിക്കുവാണ് റൂമിലെ മറ്റുള്ളവർ. രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലോട്ട് വരുമ്പോൾ ജോങ്സിക്ക് ഇന്ന് വേറെ ഏതോ പെണ്ണിന്റെ കൂടെയാണ്. അവള് നന്നായിട്ട് അവരോട് കൊഞ്ചിയും കുണഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഹേജയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. ഈ ജോങ്സിക്ക് ഒരു പ്ലേ ബോയ് ടൈപ്പാണ്. ഇന്നൊരുത്തിയുടെ പുറകെയാണെങ്കിൽ നാളെ മറ്റൊരുത്തിയുടെ. ഹേജയ്ക്ക് അവര് വെറും ടൈം പാസ് ആണ്. എന്നാൽ ഹേജ് അങ്ങനെയല്ല, അവള് ഭയങ്കര സീരിയസ് ആണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഹേജയുടെ ഫ്രണ്ട് ഒഗ്ജ ബസ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ അങ്ങോട്ടേക്ക് ജോങ്സിക്ക് വരും. അവന്റെ ഇന്നത്തെ ഇര ഒഗ്ജയാണെന്ന് തോന്നുന്നു. നിനക്കറിയോ, നമ്മുടെ ജോങ്ങ ബസ്സിലെ ഏറ്റവും ക്യൂട്ടസ്റ്റ് ഗേൾ നീയാ. ഇപ്പൊ നിന്നെ അടുത്തുനിന്ന് കണ്ടപ്പോഴാ നീ അതിലും ബ്യൂട്ടിഫുൾ ആണെന്ന് മനസ്സിലാവുന്നത്. രാത്രി സൂര്യന്റെ പ്രകാശത്തിൽ കടലിൽ കാണുന്ന തിളക്കം പോലെ. ഇതെല്ലാം കൂടെ കേട്ട് ഒബ്ജ അങ്ങ് വീണ് നിൽക്കുകയാണ്. അവൾ അവളുടെ മനസ്സിൽ പറയുന്നുണ്ട്, നോ ഇതൊന്നും പാടില്ല, ഇത് ഹേജയുടെ ബോയ്ഫ്രണ്ട് ആണ്. എന്നാ പക്ഷെ അവക്കും പിടിച്ചാ കിട്ടുന്നില്ല. കാരണം ആ കൂട്ടത്തിൽ എല്ലാവർക്കും പുള്ളിയോട് ഒരു ക്രഷ് ഉള്ള പോലെയാണ്. നീ നൈറ്റ് എന്റെ കൂടെ മൂവി കാണാൻ വരുന്നുണ്ടോ എന്നൊക്കെ പുള്ളി ഇപ്പൊ ഇവളോട് ചോദിക്കും.
കട്ടാകുമ്പോൾ ഹാനിന്റെയും സാങ്ജോളിന്റെയും ജിമ്മിലെ മാനേജർ പുള്ളി നിലത്ത് വീണ് കൈ ഒടിഞ്ഞിരിക്കുവാണ്. ജിമ്മിലെ മെമ്പർഷിപ്പ് ഒക്കെ ഇപ്രാവശ്യം ഭയങ്കര ലോയാ. റെന്റ് പോലും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. കുറച്ച് പ്രൊമോഷനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അത് നടക്കില്ലെങ്കിൽ ഇതിങ്ങ് അടച്ചു പൂട്ടാതെ വേറെ വഴിയൊന്നുമില്ല. ഈ സമയം സാങ്ജോൾ അറിയും, എന്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട്. നമുക്കൊരു എക്സിബിഷൻ മാച്ച് വെക്കാം, ഒരു മിനി ടൂർണമെന്റ്. അതിനുവേണ്ടി സ്കൂളിലും സ്ട്രീറ്റിലൊക്കെ പോയിട്ട് നമുക്ക് ആൾക്കാരെ വിളിച്ചിറക്കും. എനിക്കറിയാവുന്നവരെ ഞാനും വിളിക്കാം. സംഭവം കുഴപ്പമില്ലാന്ന് മാനേജറിനും തോന്നും. എന്നിവന് വേറൊരു പ്ലാനും കൂടെ മൈൻഡിലുണ്ട്. ഇവന്റിലോട്ട് യോങ്ങിനെ വിളിക്കാന്നുള്ളത്. കാരണം സിയോജോങ് ആണ് പാർട്ണറെങ്കിലും അവന് യോങ്ങിനെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ ഫൈറ്റ് ഞാൻ ജയിക്കും. ഇതിൽ വീഴാ തീയത് പെണ്ണുള്ളേ. എടാ, നിന്റെ ഫ്രണ്ട് ഒരു ഗേൾ ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ നോക്കാടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ഇതുപോലും ചെയ്യാത്ത എന്ത് ഫ്രണ്ടാടാ നീ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ ഹാനും സമ്മതിക്കും അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാന്ന്. രണ്ടാളും കൂടെ അവരുടെ കോളേജിന്റെ മുന്നിൽ പോയി കാത്തു നിൽക്കാൻ തുടങ്ങും. ഇവന്മാരിങ്ങനെ അതിന്റെ മുന്നിൽ കിടന്ന് പരിങ്ങി കളിക്കുന്നത് ക്ലാസ്സിലേക്ക് വരുന്ന യോഗും സിയോജോങ്ങും കൂടെ കാണുവാണ്. അത് കാണുന്നതും പെട്ടെന്ന് സിയോജോങ് യോങ്ങിനെയും പിടിച്ച് വിളിക്കും. എല്ലാവരും സ്കൂൾ യൂണിഫോമിൽ കാണുമ്പോൾ നമ്മളെ മാത്രം ഇങ്ങനെ യൂണിഫോം ഇല്ലാതെ കണ്ട പിന്നെ അവർ ചോദ്യമായി പറച്ചിലായി. നമ്മുടെ ജോലിനെ കുറിച്ചൊക്കെ അവർ അറിയും. അതുകൊണ്ട് പോകണ്ടെന്നും പറഞ്ഞ് ഇവർ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയമാണ് കറക്റ്റ് ആയിട്ട് രണ്ടാളുടെ മുന്നിലോട്ട് മിന്നും കൂട്ടരും കൂടെ വരുന്നത്. ഇപ്പൊ എന്താ ഇവര് സംസാരിച്ചെന്ന് അറിയാൻ വേണ്ടി കുറച്ചു കഴിഞ്ഞ് മിന്നിനോട് കാര്യം ചോദിക്കുമ്പോൾ അവള് പറയും അവരിങ്ങനെ ഒരു ജിം ടൂർണമെന്റിലേക്ക് ഇവർ ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാണെന്ന്. എനിക്ക് തോന്നുന്നു നിങ്ങളെ രണ്ടുപേരെ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഏയ് അതിനൊന്നും വഴിയില്ല, ഞാൻ അവനോട് സംസാരിച്ചിട്ട് പോലും ഇല്ലാന്ന് സിയോജോങ് അറിയുമ്പോ എന്നാ പിന്നെ അത് യോഗിനെ ആയിരിക്കും. അതിൽ ആ ഹാൻഡ്സം ആയിട്ടുള്ള പുള്ളിയില്ലേ, പുള്ളിക്ക് യോഗിനോട് ഒരു ക്രഷ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയുണ്ടെന്ന് പറയുമ്പോ സിയോജോങ്ങും അത് പറഞ്ഞ് യോഗിനെ കളിയാക്കുവാണ്. അതോടെ കേൾക്കുമ്പോൾ യോഗിന് പിന്നെ മനസ്സ് മൊത്തം ഹാനാണ്. കെട്ടാകുമ്പോ പാർക്ക് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. എന്നാൽ കൂടിപ്പോയ ഒരു 4 മണിക്കൂർ അതിൽ കൂടുതൽ ഇരിക്കരുതെന്നും പറഞ്ഞാണ് യോങ്സിക്ക് പോയത്. എന്നാൽ അതൊന്നും കേൾക്കാതെ പാർക്ക് രാത്രി വരെയും ജോലി ചെയ്യും. ഇന്ന് വലിയ വരുമാനം ഒന്നും കിട്ടിയിട്ടില്ല. ഈ സമയമാണ് അങ്ങോട്ടേക്ക് ഹാനിന്റെ സ്റ്റെപ്പ് മോമും അനിയത്തിയും കൂടെ കാറിൽ വരുന്നത്. യോങ്ങിന്റെ അനിയനും അനിയത്തിയും ആ ഒരു കുതിരയിലിരുന്ന് കളിക്കുന്നത് കണ്ട് ഹാനിന്റെ അനിയത്തിക്കും കളിക്കണം. ഇവരിങ്ങനെ നോക്കുന്നത് കണ്ട് ഒരു കസ്റ്റമറെങ്കിലും വരുമോ എന്നുള്ളൊരു സന്തോഷത്തിൽ പാർക്ക് നോക്കുന്നുണ്ട്. എന്നാൽ ഹാനിന്റെ സ്റ്റെപ്പ് മോം സിയോങ് പുള്ളിക്കാരിയാണെങ്കിൽ ഇവിടെ ഒന്നും വൃത്തി ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കാറും എടുത്ത് പോവാണ്. അങ്ങനെ പാർക്കിന്റെ ആ ഒരു പ്രതീക്ഷയും പോവും. ഇപ്പൊ എല്ലാം മടക്കി കെട്ടി പോകാൻ തുടങ്ങുമ്പോൾ തൊട്ടടുത്ത ഷോപ്പിൽ ഒരു ലേഡി അടുത്തേക്ക് വന്ന് ചോദിക്കും, എനിക്കൊരു വലിയ പാർട്ടിയുടെ റിസർവേഷൻ കിട്ടിയിട്ടുണ്ട്, നീ നാളെ ഒന്ന് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യോ? കുഴപ്പമില്ലാത്ത ക്യാഷ് ഞാൻ തരാം. സംഭവം വലിയ കുഴപ്പമില്ലാന്ന് പാർക്കിന് തോന്നും. കെട്ടാകുമ്പോൾ ഇന്നാണ് ബോക്സിംഗ് ടൂർണമെന്റ്. എന്തായാലും യോങ്ങിനെ കണ്ടാണ് അവരതിനെ ഇൻവൈറ്റ് ചെയ്തതെന്നും എല്ലാവർക്കും അറിയാം. ഗേൾസ് എല്ലാവരും കൂടെ യോങ്ങിനെ ഇപ്പൊ ഒരുക്കുവാണ് അതിനുവേണ്ടി. സിയോജോങ്ങും ജോയും ഹോസോക്കും എല്ലാം കൂടെ അവളെ സുന്ദരിയാക്കി എടുക്കും. ടൂർണമെന്റിലേക്ക് ഇവർ വിളിച്ച പോലെ കുറച്ച് അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് സ്കൂളിലൊക്കെ കയറി ഇറങ്ങി ഇൻവൈറ്റ് ചെയ്തത് കൂടെ തന്നെ കുറച്ച് സ്കൂൾ പിള്ളേരും ഉണ്ട്. അങ്ങോട്ടേക്ക് ഇവർ വിളിച്ച പോലെ യോങ്ങും സിയോജോങ്ങും വരും. നിങ്ങളിങ്ങനെ കളർ ഡ്രസ്സിൽ കണ്ടിട്ട് മനസ്സിലാകുന്നേ ഇല്ലാന്ന് സാങ്ജോൾ അറിയുമ്പോൾ ഞങ്ങള് നോർമലി ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെ ഇടാറ്, ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് യോങ്. ഏയ് ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇവന് യോങ്ങിനോടുള്ള ഇളക്കം സിയോജോങ്ങിനെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. സാങ്ജോളിന്റെ കൂടെ എതിരാളിയായിട്ടുള്ളത് ആ ദൊക്കുവാണ്. കുറെ പരിശ്രമിച്ചെങ്കിലും ദൊക്കുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാങ്ജോളിന് പറ്റുന്നില്ല. അടുത്തത് മറ്റൊരാളും ഹാനും തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഈ ഫൈറ്റ് എല്ലാം തന്നെ നടക്കുന്ന സമയത്ത് സിയോജോങ്ങിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അവക്ക് പണ്ട് അവളെ ആരോ ആക്രമിച്ചൊരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ മൈൻഡിലോട്ട് വരുന്നു. ഹാനിന് കിട്ടുന്ന ഓരോ അടിയും തനിക്ക് പണ്ട് കൊള്ളുന്ന ആ ഒരു അടി പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. ഹാനിനെ അവൻ തല്ലി അവശ്യനാക്കുന്ന സമയത്ത് നിർത്താൻ പറഞ്ഞ ഒരാൾ വിളിച്ചു പോവാണ്. നോക്കുമ്പോൾ റിങ്ങി കയറി സിയോജോങ് നിൽക്കുന്നു. യോങ്ങും ഹാനും ഉൾപ്പെടെ എല്ലാവരും തന്നെ ഈ ഒരു കാഴ്ച കണ്ട് ഷോക്കായി പോകും. വല്ലാണ്ട് പരിഭ്രമിച്ച അവള് അത് മതിയാക്കാൻ വേണ്ടി വിളിച്ചു പറയാണ്. ഹാനിന്റെ തലയൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ, മരുന്ന് വാങ്ങാൻ വേണ്ടി യോങ് മെഡിക്കൽ ഷോപ്പിലോട്ട് ഓടും. ഈ സമയം അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സിയോജോങ്ങിനെ ഹാൻ വന്ന് പിടിച്ചു നിർത്താണ്. നീ എന്തിനാ അങ്ങനെ ചെയ്തേ? എന്നോട് സത്യം പറ. അവള് പറയും, ഞാൻ ഒരുപാട് പേടിച്ചുപോയി, നീ മരിക്കാൻ പോവാണെന്ന് ഞാൻ ഓർത്തു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന യോങ്ങിനെ വിളിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകും. അതും കണ്ട് സ്റ്റിക്കായി നിൽക്കുന്ന ഹാനിനെയും കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് തീരുന്നത്. ഹാൻ സിയോജോങ്ങില് വീഴുവാണോ? അങ്ങനെയാണെങ്കിൽ യോങ്ങിന്റെ അവസ്ഥ എന്തായിരിക്കും? അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം.